ഹലോ. ഇന്നൊരു സൺഡേ ഇട്ട് നല്ലൊരു ഡക്ക് മേടിച്ച് കറി വെക്കാമെന്ന് കരുതി. അങ്ങനെ ചെന്നപ്പോഴേക്കും നമുക്ക് നല്ലൊരു ഡക്ക് തന്നെ കിട്ടി. പക്ഷേ ഭയങ്കര സങ്കടം തോന്നിപ്പോയി. നമുക്കത് കണ്ടപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു താറാവായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ശോഷിച്ചതായിപ്പോയി മേടിച്ച് കഴിഞ്ഞപ്പോൾ. എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ താറാവൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് നമ്മളൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തായിരുന്നു. അപ്പോൾ അതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരൽപ്പം ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിന് പകരം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മളൊരു കുക്കറിൽ ഒരു 5 വിസിൽ, കാര്യം എൻ്റെ കുക്കറിൽ 5 വിസിലാണ്, അത്രയും വേണ്ടി വരും. അപ്പം ഞാനൊരു 5 വിസിലിട്ട് താറാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മറ്റൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. അധികമൊന്നുമില്ല, ഒരു 3-4 പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സവാള ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. അപ്പോൾ സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വാടണം. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വാടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നല്ലോണം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മുളക് പൊടിയല്ല ഇട്ടേക്കുന്നത്, കാശ്മീരി മുളക് പൊടിയാണ്. അതായത് ഒരൽപ്പം കളർ കിട്ടാൻ വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൂടാതെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇത് എനിക്കൊരു കണക്കൊന്നുമില്ല, എൻ്റെ ഒരു കൈയളവിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഇത്രയൊക്കെ മതിയെന്നുള്ള ആ ഒരു ഐഡിയയിൽ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പൊടികളും കൂടെ ഇട്ട് മസാല നന്നായിട്ട് മൂപ്പിച്ചു. അതായത് മസാലയുടെ മൂപ്പ് മണം മാറുന്നത് വരെ നന്നായിട്ട് മൂത്ത് നല്ല സെറ്റ് ആവണം. അപ്പോൾ ഇതിൻ്റെ മസാല ഗ്രേവിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പുമൊക്കെ പുരട്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈങ് പാനിൽ വെച്ചൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് എടുത്ത് നമ്മൾ ഈ പാനിലേക്ക് കൊട്ടി, കൂടാതെ അതൊന്ന് നന്നായി വെട്ടി തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അതും ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് ഈ ചാറൊന്ന് പറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്തുണ്ടായിരുന്നു, തേങ്ങാക്കൊത്തും ബാലൻസ് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ താറാവിൻ്റെ ആ നെയ്യിലും ഇതിലൊക്കെ കിടന്ന് തിളക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ ഉരുളക്കിഴങ്ങും തേങ്ങാക്കൊത്തൊക്കെ തിന്നാനായിട്ട്. അപ്പോൾ ഇതെല്ലാം തിളച്ച്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മളുടെ ഒരു കുഞ്ഞി പൊടിക്കൈ എന്ന് വെച്ചാൽ ഒരല്പം കൂടെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് 2 ഇതൾ കറിവേപ്പിലയും ഇട്ട് കറി സെറ്റാക്കി. അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ താറാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അയില വെച്ചിട്ടാണ്. നമുക്ക് അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ കറികളിൽ നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ തേങ്ങാക്കൊത്ത്, ഉരുളക്കിഴങ്ങ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ ഒരു മസാലപ്പൊടി ഉണ്ട്, നമ്മൾ പുരട്ടി വെച്ച ആ മസാലപ്പൊടി, അത് ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടി ഈ ചോറിലേക്ക് ഇട്ട് കഴിക്കാനായിട്ടാണ് ടേസ്റ്റ്. അപ്പം നല്ലൊരു താറാവ് കറിയായിരുന്നു വെച്ചത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഉണ്ട്, നല്ല സ്പൈസിയുമാണ്. എന്നാൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, അങ്ങനെ മധുരിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പാകത്തിനുള്ള കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.